അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, സുശേഷം 2-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. കാനായിലെ കല്യാണം വരുന്നു. 3-ാം ദിവസം ഗലീലിയ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കാനായി 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ യേശു വെള്ളം കോരിയ പരിചാരക അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികളെല്ലാം ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൽസ മരിയ ജോൺസണും ബോണി ജെയിംസും തമ്മിലുള്ള ഒത്തുകല്യാണം ഇവിടെ നടക്കുകയാണ്. ഈ പരിശുദ്ധമായ തിരുക്രമത്തിന് സാക്ഷി വഹിക്കുവാനാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് പോയിരിക്കുക. കുന്നപ്പുറത്ത് ജോൺസൺ, ബിന്ദു എൽസിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അതുപോലെ വാണിയപ്പള്ളിൽ ജെയിംസ്, ലിസി, ബോണിയുടെ മാതാപിതാക്കളാണ്. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പുതിയൊരു ബന്ധത്തിന് നാന്ദി കൂടിയാണ് ഈ ഒത്തുകല്യാണം ചടങ്ങ് വഴിക്കായിട്ട്. ഈ പരിശുദ്ധമായ നിമിഷത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് രണ്ടുപേരും പറയാനുള്ളത്, ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയാണ്. രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ നല്ല വിദ്യാഭ്യാസവും ലോക പരിചയവും ഒക്കെ ഉള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങൾക്കൊക്കെ വലിയൊരു മാതൃക. അപ്പോൾ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ ദാമ്പത്യ ജീവിതം എത്രയും സന്തോഷകരമാക്കുക എന്നത് നിങ്ങളിൽ രണ്ടുപേരിൽ മാത്രം നിശ്ചിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിലകൊള്ളുകയും ചെയ്യും. എന്നാൽ എല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾ രണ്ടുപേരുമാണ് പരസ്പരം മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതിലുപരി പ്രാർത്ഥന നിറഞ്ഞ, ചൈതന്യം നിറഞ്ഞ ഒരു കുടുംബജീവിതത്തിന് ആരംഭം കൊടുക്കുകയും ചെയ്യും. അതിനൊരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ദൈവം എൽസയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ബോണി. അതുപോലെ ബോണി മനസ്സിലാക്കണം, നീ സ്നേഹിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എൽസയാണ്. ഇതിൽ കൂടുതലുള്ള സമ്മാനം എൽസയ്ക്ക് ബോണിയെ കവിഞ്ഞൊരു സമ്മാനമില്ല ജീവിതത്തിൽ. അതുപോലെ ബോണിക്കും എൽസയെ കവിഞ്ഞ് വേറൊരു സമ്മാനം ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ലഭിക്കുവാൻ പോകും. നിങ്ങൾ രണ്ടുപേരും പരസ്പര പൂരകങ്ങൾ, സമ്മാനങ്ങൾ, ഇതിൽ കൂടുതൽ സമ്മാനം നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. അപ്പം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സമ്മാനം എൽസയ്ക്ക് ബോണി എന്ന വ്യക്തിയെയും അതുപോലെ ബോണിക്ക് എൽസ എന്ന വ്യക്തിയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ജീവിതം നയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസരമല്ല കൂടിയിരിക്കുന്ന എല്ലാവർക്കും. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ. അപ്പോൾ എപ്പോഴും ഓർക്കുക, എൽസയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ബോണിയാണ്, ബോണിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എൽസയാണ്. ഇതിൽ കൂടുതൽ സമ്മാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകും. അതുകൊണ്ട് ഈ സമ്മാനങ്ങൾ ഏറ്റവും പരിശുദ്ധമായി ആസ്വദിക്കും, ഏറ്റവും പൂർണ്ണതയിൽ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻസിൽ നിങ്ങൾ ആസ്വദിക്കാൻ പരിശ്രമിക്കുക. നല്ലതായ ദൈവം നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥനയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കും. ഒരു നിമിഷം നമുക്കെല്ലാവരും മണിയിൽ നിന്ന് കണ്ണുകളടച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി നടക്കുവാനും അതുപോലെ മാരേജും അത് കഴിഞ്ഞുള്ള കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ഏറ്റവും സന്തോഷകരമായി നടത്തിക്കൊടുക്കുവാൻ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും താങ്ങുതങ്ങുമായി പരിശുദ്ധാത്മയും ദൈവവും
മലഹാവരും എപ്പോഴും കാര്യങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ വിടാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബേക്കയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിയിരിക്കുന്ന ഈ ദാസനെയും ദാസിയെയും സ്വന്തം മനസ്സോടും തിരിഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവേ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴി ഒരിക്കൽ കർത്താവേ, വിവാഹ വാഗ്ദാനം തടഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശുദ്ധമറിയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. മക്കളെ വന്ന് കേൾക്കുകയും ദൈവഭയം നിങ്ങളെ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുകയും അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുകയും സമാധാനം തേടി അതിനെ പിന്തുടരുകയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴി ഒരിക്കൽ കർത്താവേ, വാഗ്ദാനത്തിന് വന്നിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതും എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പ്രചോദനം നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മാറ്റുകൊണ്ടുകയും ചെയ്യട്ടെ. അങ്ങ് സർവ്വത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായ നീ ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മദ്രസനം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങൾ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി അന്ന് ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 6:25 മുതൽ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായി ജീവിതം നയിക്കുവാനും വേണ്ടുന്ന അനുഗ്രഹം ഇവരിൽ നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള സമയമാണ് തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുക. ആദ്യം ബോണിയോടുള്ള ചോദ്യമാണ്. ബോണി ജെയിംസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ എൽസ മരിയ ജോൺസനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. എൽസ മരിയ ജോൺസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ബോണി ജെയിംസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. രണ്ട് സാക്ഷികൾ ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ എൽസ മരിയയും ബോണി ജെയിംസിനെയും ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സഭയെ നിർമ്മലമായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസമേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാനോസിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലീകരിക്കട്ടെ.
സകലാഭിഷത്തിന്റെയും വിശേഷ നമ്മുടെ സഭയിലെ വിശുദ്ധന്മാരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായി തീരട്ടെ. സ്ഥലത്തിന്റെയും നാഥായ നീക്കും ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ പ്രവചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സ്ഥിരീകരിക്കപ്പെടുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്തു. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹം അക്കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. Here we are in your hometown, sharing looks as the sun goes down. Just a breath until our next kiss. Never knew of a love like this. A love like this. You and me, baby, loving like crazy, praying that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you
അങ്ങ് And that was an amazing entry. Thank you so much, Steve, for that wonderful entry. Thank you. നല്ല ഹാപ്പിയാണ്. അതിനേക്കാൾ ഉപരി ഇവിടെ എത്തിച്ചേർന്ന
നീന്നേതോ നീലക്കാറ്റായി നീളുന്നെങ്ങോ തനിയെ നീ എന്നുള്ളം നിറയുന്നുണ്ട് നീ ഏതേതോ അഴകേ ചിറകിലായി വന്നിലേ കുടയുമായി ചൂടിലേ പിരിയുമോ നീലരാഗങ്ങളെ ഇരവ് നീ മാത്രമായി കുളിരുകായും നേരം അകമേ ഞാൻ മാത്രമായി പോകവേ കണ്ണൂരം നിന്നിലാണ് കൺമറഞ്ഞുമായല്ലേ നീ മിണ്ടാതെ മിണ്ടിയിടല്ലേ കണ്ണേ നീ നിറഞ്ഞോരോ വാനം നാമലിഞ്ഞു നീളെ ദൂരെ മെയ്യകന്ന് ദൂരെ പോവല്ലേ നീ മായാതെ നീയോ അരികെ ഞാനോ തുണയെ കനവിന്റെ അകങ്ങളിൽ മിന്നി ഒളിച്ചവളെ മേഘമായി നീ മാറിയായി ഞാൻ നിറമോടെ നീ പൊഴിയാതെ നീ എന്റെ കാറ്റിലെ ആനന്ദത്തേരിലെ നീ എന്നിലായതാ വാർത്തിങ്കളെ
ചിറകെല്ലാം പാറിടാം, ഇരുമയും നൂലിടാം, പിരിയില്ല കാലമേ നീ സാക്ഷിയേ. കണ്ണൂരും നിന്നിലാണ്, കൺമറഞ്ഞുമായല്ലേ നീ, മിണ്ടാതെ മിണ്ടിയിടല്ലേ കണ്ണേ. നീ നിറഞ്ഞോരോ വാനം, നാമലിഞ്ഞ് നീളെ ദൂരെ, മേയകന്ന് ദൂരെ പോവല്ലേ നീ മായാതെ. Watch me reach up, pull the sun from the sky. I'm all done waiting for life to arrive. I'm gonna make today mine. Finally free, I broke chains off my feet. Now I'm starting to see all that I want's waiting for me. I got this feeling of fire inside. Watch me reach up, pull the sun from the sky. I'm all done waiting for life to arrive. I'm gonna make today mine. Change, I'm ready to face whatever it takes. I got this feeling of fire inside. Watch me reach up, pull the sun from the sky. I'm all done waiting for life to arrive. I'm gonna make today mine. Pull the sun from the sky. I'm all done waiting for life to arrive. I'm gonna make today mine. I got this feeling of fire inside. Watch me reach up, pull the sun from the sky. I'm all done waiting for life to arrive. I'm gonna make today mine. That I found. Solo vanda solitepo. Why didn't you tell me enough? Solo vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time.
walking down the way that I found. In the ulagam naan sutta vendum, faces with smiles all around. In the vahanam naan paakka vendum, I'll run free into the sea, world and me. Don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. For me, well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me, 'cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own.